ഹായ് ഫ്രണ്ട്സ്, ഒരു വ്യക്തി നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു മനുഷ്യന് ഈശ്വരവിശ്വാസമാണോ വേണ്ടത് അതോ ആത്മവിശ്വാസമാണോ വേണ്ടതെന്ന്. ഒട്ടും ആലോചിക്കാതെ തന്നെ ഉത്തരം പറയുക ആത്മവിശ്വാസമാണ് വേണ്ടതെന്ന്. പെട്ടുപോയ ഒരു സാഹചര്യത്തിൽ ആത്മവിശ്വാസമില്ലെങ്കിൽ ആ ഈശ്വരൻ നേരിട്ടിറങ്ങി വന്നാൽ പോലും നമ്മെ രക്ഷിക്കാനാവില്ല. നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് നമ്മുടെ മേലുള്ള ആ ഒരു വിശ്വാസം തന്നെയാണ്. നിങ്ങളൊരു മല കയറാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. ഒരുപക്ഷെ നിങ്ങളെക്കൊണ്ട് ആ മല കയറാൻ സാധിക്കുന്നുമില്ല. എന്നാലും നിങ്ങൾ വേണം ആ മല കയറാനായിട്ട്. മല കയറാൻ നേരത്ത് സപ്പോർട്ടിനായിട്ട് നമ്മളൊരു കമ്പെടുത്തു. ഇനി നിങ്ങൾക്ക് ആ മല കയറാൻ കുറച്ചും കൂടി ഈസിയാവും. കയറാനും ഇറങ്ങാനുമായിട്ട് കുറച്ചും കൂടിയൊന്ന് ഈസിയാവും. ഏകദേശം ഇതുപോലെ തന്നെയാണ് ഈശ്വരവിശ്വാസവും. ഒരുപക്ഷെ ഈ കമ്പ് മാത്രം കയ്യിൽ സൂക്ഷിച്ചതുകൊണ്ട് നമുക്ക് എല്ലാ മലകളും കയറി ഇറങ്ങാൻ സാധിക്കില്ല. അതിന് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കാലുകൾ ഉറപ്പുള്ളതാവണം, അല്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സും ആത്മവിശ്വാസവും. ഇത് രണ്ടും നിങ്ങൾക്ക് തുണയായി നിന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മല കയറി ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇതിനോടൊപ്പം തന്നെ ഈശ്വരവിശ്വാസവും കൂടെ വേണം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ഇനി വീണ്ടും നമുക്ക് ആ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. ഈശ്വരവിശ്വാസമാണോ വേണ്ടത് അതോ ആത്മവിശ്വാസമാണോ വേണ്ടത്? ഇത് രണ്ടിനേക്കാളും ഒരു വ്യക്തിക്ക് വേണ്ടത് ക്ഷമയാണ്. ഈ ക്ഷമ ഇല്ലാത്തത് കൊണ്ടാണ് പകുതി ആൾക്കാരും പരാജയപ്പെട്ടു പോകുന്നത്. ചിലപ്പോൾ കുറേ കഴിവുകൾ ഉണ്ടായിരിക്കാം, ആത്മവിശ്വാസവും ഉണ്ടായിരിക്കാം, അതിലുപരി പരിശ്രമവും ഉണ്ടായിരിക്കാം. എന്നാലും അവർ വിജയിക്കുന്നില്ല. കാരണം എന്തെന്നാൽ ക്ഷമ ഇല്ലാത്തതാണ് കാരണം. ആത്മവിശ്വാസത്തിനൊപ്പം തന്നെ ക്ഷമയും കൂടി ചേരുമ്പോഴാണ് നമുക്ക് വിജയമുണ്ടാകുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു വിത്തുണ്ടെന്ന് കരുതുക. ആ വിത്ത് ഒരു പടുവൃക്ഷമാകാൻ ചാൻസ് ഉണ്ട്. ഇന്ന് നിങ്ങൾ ആ വിത്ത് കൊണ്ടുപോയിട്ട് മണ്ണിൽ കുഴിച്ചിട്ടു. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ആ വിത്തിനെ കുറേ അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്യണം. നീ വളരണം, നീ വലിയ വൃക്ഷമാവണം, വേഗം വളരണം എന്ന് പറഞ്ഞാൽ ആ വിത്ത് 2 ദിവസം കൊണ്ടൊന്നും വളരത്തില്ല. അതിന് ആവശ്യത്തിലധികം വെള്ളവും വളവും സൂര്യപ്രകാശവും ഇതൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ടൈം വേണം, അതിന് സമയം വേണം, അതിന് ഒരുപാട് സമയമെടുക്കും. അതുവരെയും നമുക്ക് ക്ഷമ വേണം. ക്ഷമയില്ലാതെ എത്ര കഴിവുണ്ടായിട്ടും എത്ര ആത്മവിശ്വാസമുണ്ടായിട്ടും കാര്യമുണ്ടാവില്ല. നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എല്ലാവരും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വളർന്നു വന്നവരല്ല. എല്ലാവരും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം കീഴടക്കിയവരല്ല. അവരെല്ലാവരും ആത്മവിശ്വാസത്തോടെയും പരിശ്രമത്തോടെയും മനക്കരുത്തോടെയും ക്ഷമയോടെയും പല വർഷങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടാവുക. സോ നിങ്ങൾക്കും ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ വേണ്ടത് ക്ഷമയാണ്. കുറേ പേരുടെ വിജയത്തിന് കാരണം ക്ഷമ തന്നെയാണ്. കുറേ പേരുടെ തോൽവിക്ക് കാരണവും ക്ഷമയില്ലായ്മയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ശരിയായ പാതയിലാണോ പരിശ്രമിക്കുന്നത്, ഹാർഡ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ എഫേർട്ട് ഇടുന്നത് എന്നുകൂടി നോക്കുക. വെറുതെ ഒരിടത്തിരുന്ന് എല്ലാം മാറുമെന്ന് കരുതിയാൽ ഒന്നും മാറത്തില്ല. പരിശ്രമവും വേണം, ക്ഷമയും വേണം, അതിനോടൊപ്പം തന്നെ ആത്മവിശ്വാസവും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്